അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇൻസ്റ്റബിലിറ്റികൾ അല്ലെങ്കിൽ ആ ഒരു ഫ്ലക്ച്വേഷൻ അത് ജീവിതത്തിൽ ഉടനീളം വന്നുകൊണ്ടിരിക്കും. അത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസമില്ലാതെ അത്തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ അല്ലെങ്കിൽ സുനാമികളെല്ലാം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ മുറുകെ പിടിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം നമുക്ക് ലഭിക്കുന്നതോടുകൂടെ അതിലൂടെയെല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം അതുവഴി ലഭിക്കുക എന്നുള്ളത്. ഇതുപോലെ എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു പ്രളയം വന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കപ്പൽ അത് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തിനോടും നമുക്ക് അതിനെ ഉപമിക്കാം. ആ ഒരു കപ്പൽ അതിൽ നമ്മൾ അഭയം പ്രാപിക്കുന്ന സമയത്ത് ആ പ്രളയത്തെ അത് എത്ര വലിയ കൊടുങ്കാറ്റിനെയും അഭിമുഖീകരിച്ച് അത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന സമയത്ത് അതിലൂടെ നമുക്കത് ആ ഒരു കരുത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ കഹ്ഫിൽ വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരു അഭയകേന്ദ്രം നിങ്ങൾക്ക് മുമ്പിലില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നമ്മളെ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിലേക്കല്ലാതെ ഒരു രക്ഷാകേന്ദ്രം അല്ലെങ്കിൽ ഒരു അഭയകേന്ദ്രം മറ്റൊന്നില്ല എന്നുള്ളതാണ്. ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതൻ നൽകുന്ന മനോഹരമായിട്ടുള്ള ഉപമ ഓർക്കുന്നുണ്ട്. ഒരു മാതാവ് ആ മകന് ചെയ്ത തെറ്റിന്റെ പേരിൽ അവനെ ശകാരിക്കുന്ന അവൻ അടിക്കുന്ന സമയത്തും അതേ മാതാവിനെ തന്നെ കെട്ടിപ്പിടിച്ച് ആ കുട്ടി ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ രൂപത്തിലാണ്. അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയല്ലാതെ മറ്റെങ്ങോട്ട് ഓടിപ്പോകാനില്ല, അവൻ്റെ അഭയകേന്ദ്രം ആ മാതാവ് മാത്രമാണ്. അതേ രൂപത്തിലാണ്. അതായത് ജീവിതത്തിൽ ഇതേ രൂപത്തിലുള്ള ഫ്ലക്ച്വേഷൻ ജീവിതത്തിൽ വരുന്ന സമയത്ത് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 31-ാമത്തെ വചനത്തിൽ അത്തരത്തിൽ അള്ളാഹുവിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹിന്റെ കയറ് അതിൽ നിന്നും പിടിവിട്ടു പോകുന്ന ആളുകൾ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവര് ആ ആകാശത്ത് നിന്നും വീണ ഒരാളെ പോലെയാണ്. അപ്പൊ അവരെ പക്ഷികൾ എങ്ങോട്ടോ റാഞ്ചി കൊണ്ടുപോകും, അതല്ലെങ്കിൽ കാറ്റ് അവരെ തള്ളി അവസാനം ഏതെങ്കിലും ഒരു ഗർത്തത്തിൽ അവർ ചെന്ന് വീഴും. എവിടെ വീഴും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നും പിടിവിട്ട് ആ അസന്മാർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ അവരുടെ മുമ്പിൽ ഇതേ രൂപത്തിലുള്ള പക്ഷികൾ പൈശാചികമായിട്ടുള്ള സ്രോതസ്സുകൾ അവരെ കൊത്തി വലിക്കുന്നുണ്ടാകും. അവസാനം ഒരുപാട് ദൂരം പിന്നിട്ടതിന് ശേഷം അവരെന്നെ ചോദിക്കുന്നുണ്ടാകും, ഞാൻ അങ്ങനെ എങ്ങനെയായി, ഈ രൂപത്തിലൊന്നും അല്ലായിരുന്നല്ലോ, ഞാൻ അങ്ങനെ എത്രത്തോളം ഈ വഴിയുടെ ഈ ഒരു വഴി വരെ ഞാൻ അങ്ങനെ എത്തി. അതാണ് എവിടെ വന്ന് വീഴുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് അള്ളാഹുവിൽ നിന്നും പിടിവിട്ടാൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റെബിലിറ്റിയുടെ ഏക സോഴ്സ് എന്നുള്ളത് അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം തികച്ചും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ലോകത്ത് അവിടെ സ്റ്റേബിൾ ആണെന്നുള്ള മിഥ്യാധാരണയിൽ സെറ്റിലാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭേദം തികച്ചും സ്റ്റേബിൾ ആയിട്ടുള്ള വരാനിരിക്കുന്ന മറ്റൊരു ലോകം ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അതായത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഡെസ്റ്റിനേഷൻ ആ സ്വർഗത്തെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.